രാജ്യാന്തര അവയവ കച്ചവടത്തിലെ പ്രതി സാബിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. 10 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. റിയ ബേബിയുണ്ട് വിവരങ്ങളുമായി. റിയ, ഈ സാബിത്തിന്റെ പങ്ക്, ഈ രാജ്യാന്തര അവയവ കച്ചവടത്തിൽ സാബിത്തിന്റെ പങ്ക് എത്രത്തോളമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ? അതുപോലെ തന്നെ അറസ്റ്റ് ഉടനെ ഉണ്ടാകുമോ? സാബിത്തിനെ കൂടുതൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് കോടതിയെ ബോധിപ്പിച്ചിരുന്നു അന്വേഷണ സംഘം. അതിന്റെ അടിസ്ഥാനത്തിലാണ് 10 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് സാബിത്തിനെ വിട്ടത്. ഈ കേസിൽ നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയത് സാബിത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദമായ വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ 6 ലക്ഷം രൂപയാണ് ഇരകൾക്ക് നൽകിയിരുന്നത് എന്നതാണ് സാബിത്ത് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിലും വലിയൊരു തുക ഈ റാക്കറ്റ് ഇറാനിലെത്തി ഈ അവയവം വിൽപ്പന നടത്തിയ ശേഷം അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു എന്നതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതുകൊണ്ട് തന്നെ എത്ര തുക സാബിത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തി, ഏതൊക്കെ അക്കൗണ്ടുകളിൽ നിന്നാണ് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളടക്കം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല സാബിത്തിന്റെ ഫോൺ അടക്കം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അത് വിശദമായി പരിശോധിക്കണം. മറ്റു ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഈ രാജ്യാന്തര അവയവ കച്ചവട കേസിൽ ആവശ്യമുണ്ട് എന്നതാണ് കോടതിയെ പോലീസ് ബോധ്യപ്പെടുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 10 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ പാലക്കാട് സ്വദേശിയായ ഷമീറിന്റേതടക്കം 20 പേരുടെ വിവരങ്ങളാണ് സാബിത്ത് പോലീസിന് മുമ്പേ നൽകിയിട്ടുള്ളത്. പക്ഷേ അതല്ല, അതിൽ കൂടുതൽ ഇരകളുണ്ട് എന്നതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഈ പാലക്കാട് സ്വദേശിക്ക് പുറമെ മലയാളികളുണ്ടോ എന്നതും അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിച്ചു വരുന്നുണ്ട്. സാബിത്ത് നടത്തിയിട്ടുള്ള ഇടപാടിൽ 2019 മുതൽ ഈ അറസ്റ്റിലാകുന്നതുവരെ അവയവ കച്ചവടത്തിനായ ആളുകളെ ഇറാനിലേക്ക് എത്തിച്ചു, കുവൈറ്റ് വഴി ഇറാനിലേക്ക് എത്തിച്ചു. നിസ്സാര തുക സാമ്പത്തിക പ്രതിസന്ധിയിലായ ഇരകൾക്ക് നൽകിക്കൊണ്ടാണ് ഈ കച്ചവടം നടത്തിയത്. അങ്ങനെ ഒരു റാക്കറ്റ് തന്നെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈദരാബാദ്, ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണം. സാബിത്തിനെ കൊണ്ടുപോയി തെളിവെടുപ്പ് എടുക്കേണ്ടതുണ്ട്. കൂടുതൽ ഇരകളുടെ വിശദാംശങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെയായിരിക്കും ഈ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുക. എന്തായാലും ഹൈദരാബാദ്, ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായിരിക്കും ഈ കേസിൽ പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുക. ശരി റിയ, സാബിത്തിന്റെ ബാങ്ക് അക്കൗണ്ടും പിടിച്ചെടുത്ത ഫോണിന്റെ ഒക്കെ വിശദമായ വിവരം ലഭിക്കേണ്ടതുണ്ട്. അതൊക്കെ അന്വേഷിച്ച ശേഷം ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലൊക്കെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും 10 ദിവസത്തേക്കാണ് സാബിത്തിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്.